അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ശബ്ദം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈൽ 2-ൻ്റെ. അപ്പോൾ നമ്മളൊന്നും കൂടി ആയിട്ട് അത് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇന്നത്തെ എനർജി വെച്ച് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 7297 ആണ്. നിങ്ങൾക്ക് ഏതാണ് കോളിംഗ് ചെയ്യുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. പൈൽ 1 പൈൽ 2 ആയിട്ട് എടുക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. 72 ചൂസ് ചെയ്തവർ, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. ലൈക്ക് ഇപ്പോൾ കരിയർ ആയിരിക്കാം, റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ജെനുവൻ ആണോ, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്തിട്ട് ഏത് നമ്പർ ചൂസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും കേട്ടോ. ഇറ്റ്സ് കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന അപ്പോൾ റെസനേറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, 3 of Swords കാർഡും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡുമാണ് വന്നിട്ടുള്ളത്. ഇന്നലെ മ്യൂസിക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഹീലിങ്ങിൻ്റെ മ്യൂസിക്. പക്ഷെ അത് കോപ്പിറൈറ്റ് വന്നത് കൊണ്ടാണ് അവർ സൗണ്ട് റിമൂവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേൾക്കാത്തത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഞാൻ ലാസ്റ്റ് അത് ഡിലീറ്റ് ചെയ്തു, കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നത് അഗെയിൻ അപ്ലോഡ് ചെയ്യാന്ന്. പക്ഷേ ഇന്നത്തെ എനർജിയാണ്, ചിലപ്പോൾ റീഡിങ്സിൽ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, സോ 3 of Swords നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസുമാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ്സ് എടുത്തിട്ട് ശേഷം റീഡ് ചെയ്യുക കേട്ടോ. ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നത്, ആൻഡ് വേൾഡ് കാർഡാണ് വന്നത്. 3 of Pentacles കാണിക്കുന്നു, ഡബിൾ കാർഡ് കാണിക്കുന്നു, 8 of Wands കാണിക്കുന്നു, ആൻഡ് 5 of Pentacles ആണ് കാണിക്കുന്നത്. ഇതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് 72 ചൂസ് ചെയ്തവർക്ക് എനിക്ക് തോന്നുന്നത് ഇതിൽ നെഗറ്റീവ് എനർജീസ് കാണിക്കുന്നത് ഡബിൾ കാർഡ് ഉണ്ട്. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെത്ത് കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സ്ട്രെങ്ത് കാർഡ് വന്നു. നിങ്ങൾക്ക് ഒരുപാട് വളരെ മോശപ്പെട്ട സമയത്തിലൂടെ കടന്നു പോയതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഡെത്ത് റിവേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ 5D കുറച്ചൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് 5Dയിലേക്ക് എത്തി, പക്ഷെ പിന്നെയും 3Dയിലേക്ക് വന്നു. 5D എങ്ങനെ നിങ്ങൾക്ക് ലൂപ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എവിടെയാണോ ഹാപ്പിനെസ് അവിടേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആവുന്ന പോലെ കാണുന്നുണ്ട്. 3 of Pentacles ആണ്. ഒരുപാട് നാളായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അത് നടക്കാത്തൊരവസ്ഥ കാണുന്നു, അല്ലെങ്കിൽ അതിൽ ലാഗ് കാണിക്കുന്നു. വേൾഡ് കാർഡ് കാണിക്കുന്നുണ്ട്. വേൾഡ് എന്ന് പറയുന്നത് അവരുടെ ലോകമാണ്. എന്തായിരുന്നു അവരുടെ ലോകം? ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലോകമായി കണ്ടിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഇഷ്യൂസസ് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ടീച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നല്ല കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, മോശം കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. ട്രാൻസ്ഫോർമേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഇരുട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, നിങ്ങൾ നിങ്ങളുടെ 100% ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നു. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെല്ലാം സ്ലോ ആയിട്ട് വരുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഇതൊക്കെ മേജർ ആർക്കാന കാർഡാണ്. ഡെത്ത്, വേൾഡ്, ഡബിൾ കാർഡ് ഉണ്ട്. 5 of Pentacles റിവേഴ്സ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസോ ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതെന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള റീസൺസ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒരു കാര്യം ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. വെറുതെ ഒന്നും നമുക്കൊന്നും വരുന്നില്ല, കർമ്മയാണ്. ഓക്കെ, നമുക്കൊരു സഹായിക്കേണ്ട ആളുകളുണ്ടായിട്ട് നമ്മൾ സഹായിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലായിട്ടുള്ള കേസസാണ് കൂടുതൽ വരുന്നത്. നമുക്ക് വെറുതെ മക്കൾക്ക് അസുഖം വരെ അങ്ങനെ ഒരുപാട് പൈസ അങ്ങനെ ചിലവാകും. കാരണം നമുക്ക് കൊടുക്കുന്ന സൈഡ് കൊടുത്തില്ലെങ്കിൽ ഈ രീതിയിലൂടെ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ കേൾക്കുന്നവർ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ചുറ്റുമായിട്ടുള്ള കാര്യങ്ങൾ അവയർനെസ് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൊടുക്കേണ്ടവർക്കും ചെയ്യേണ്ടവർക്കും ചെയ്യാതിരിക്കരുത്. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഈ മണി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമൊന്നും അല്ല, യൂണിവേഴ്സിന്. ഇതിങ്ങനെ കറങ്ങി പോകുന്ന ആരുടെയും സ്വന്തമല്ല ഒന്നും. അപ്പോൾ നമ്മൾ പറ്റുന്നിടത്തോളം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം, ഇനിയിപ്പോൾ ഫിനാൻഷ്യലി സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വെർബലി വായ കൊണ്ട് നല്ല മോട്ടിവേഷൻസ് കൊടുക്കുക. ഒരാളെയും കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക, നെഗറ്റീവായിട്ട് അടിച്ചിടാതിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഒരുപാട് നമുക്ക് കിങ് ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ വളരെയധികം റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ എപ്പോഴും വീഴ്ചകളാണ്. ആരും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല, വേദനകളാണ്. കൂടെ നിൽക്കുന്നവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, പറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം വരും. എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ നമുക്കൊരു ഒരു മുറിവുകളുണ്ട്, ബന്ധത്തിലൊരു ബന്ധനമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങളത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഷെയ്ക്ക് ചെയ്യുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. ഒന്ന് ശ്രദ്ധിക്കും, നിങ്ങളിലേക്ക് വരൂ. നമുക്കൊരു കുലുക്കം കിട്ടുമ്പോഴാണ് നമ്മളിലേക്ക് വരിക. അതുവരെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ മായലോകത്ത് നിങ്ങൾ നിൽക്കും അല്ലേ.
അപ്പോൾ കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെയധികം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഡബിൾ കാർഡ് കാണിക്കുന്നുണ്ട്. ഡബിൾ എനർജീസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡബിൾ ആയിട്ട് നിങ്ങൾ വളരെയധികം മോശത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കിയിട്ടും അവരെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാരും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും ഓപ്പർച്യൂണിറ്റീസും കരിയർ റിലേറ്റഡ് നിങ്ങൾക്ക് ആരെങ്കിലും നിന്ന് ഒരു കോളോ മെസ്സേജോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വഴിയില്ലെങ്കിൽ ഒരു വഴി തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സ്ട്രെങ്ത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് വരിക. നിങ്ങൾക്ക് ലൈഫിൽ ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അപ്പോഴേക്കും എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന പോലെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ റീബിൽഡ് ചെയ്യുക. നമ്മുടെ എനർജീസ് ബാലൻസ് ചെയ്യുക. പിന്നെ ഫൈറ്റിംഗ് എനർജി വരാനുള്ള ചാൻസസ് ഉണ്ട്. 5 ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. അങ്ങനത്തെ എനർജിയിലേക്ക് പോകാതിരിക്കുക കേട്ടോ. വരികയാണെങ്കിൽ വേഗം തന്നെ സോൾ കോൺട്രാക്റ്റ് റിലീസ് ആവട്ടെ എന്ന് നിങ്ങൾക്ക് പറയാം. പേജ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾസ് അവർ പേജിൽ മാത്രം, നിങ്ങളുടെ പൈസയ്ക്കോ ജോലിയിലേക്കോ മാത്രം ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, സോ ഫിനാൻഷ്യലി അതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ്, ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കയ്യും കാലം ഒടിയാനൊക്കെ ചാൻസസ് കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, അവെയർ ആവുക. ലിഗമെൻറ്റിലൊക്കെ വീക്ക് ആവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. കാലിൻ്റെയും കയ്യിൻ്റെയൊക്കെ ബോഡി പെയിൻസൊക്കെ. അപ്പോൾ 3 ഓഫ് സോഡ്സ് ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒരു വിഷമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ പെയിൻ എഗെയിൻ റീസർഫസ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറേ പേര് ഇത് ടാരോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം എങ്ങനെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഹീലിങ്സ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. ഓക്കെ, സോ ഈ നമ്പർ ചൂസ് ചെയ്തവർക്കുള്ള ബ്ലെസ്സിങ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് അറിവുകളും സ്ട്രെങ്ത് വരുന്നു. റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആകുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. ലെസൺസ് പഠിക്കുന്നുണ്ട്. റിലീസ് ആവുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത പൈൽ നമുക്ക് നോക്കാം. അപ്പോൾ കൂടെ ചിറ്റ്സ് എടുത്ത് നോക്കിയേക്കാം. പൈൽ 1 ലൈക്ക് 7 2 ചൂസ് ചെയ്തവരുടെ കേട്ടോ. റിജോയ്സ് ഇൻ സെലിബ്രേഷൻസ്. നിങ്ങൾക്ക് സെലിബ്രേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഹാർട്ടാണ് കാണിക്കുന്നത്. ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുക കേട്ടോ. റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്, സക്സസ് റിവാർഡ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഡെസ്റ്റിനി, നിങ്ങളുടെ ഡെസ്റ്റിനി ആരാണോ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ അതിനർത്ഥം എന്താണ് ഇത് പറയുന്നത് എനിക്ക് വന്നത്? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ആരാണുള്ളത് അവർ നിങ്ങളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇവർ വരുമോ ഇവർ പോവുമോ എന്നുള്ളൊരു പേടി വേണ്ട. നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. കുറച്ചധികം വന്നിട്ടുണ്ട് കേട്ടോ. ചിറ്റ്സ് ഡിസെപ്ഷൻ ആൻഡ് യെസ്, ഒരു ചതി കാണിക്കുന്നുണ്ട്. ഇവിടെ 7-2 റീഡ് ചെയ്ത് കഴിഞ്ഞു. 9-7ലേക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ 7-2 പറഞ്ഞ് കേട്ടില്ലേ? നമ്മളുടെ ഡെസ്റ്റിനിയുള്ളവർ ആരാണോ അവർ നമ്മുടെ ലൈഫിലേക്ക് വരും. നമ്മളതിന് വേണ്ടി ഓവറായിട്ട് ടെൻഷൻ ആവേണ്ട കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഓക്കെ, അപ്പോൾ അതാണ് പൈൽ 1 കേട്ടോ. അപ്പോൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു സ്റ്റേബിളായിട്ട് പോകില്ല, പക്ഷേ മാക്സിമം സ്റ്റേബിളായി പോകാൻ നിങ്ങൾ ശ്രമിക്കും. ഒരുപാട് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക, കേൾക്കുക. എനിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസസ് വരെ റീഡിങ് എടുക്കുമ്പോൾ. അതാണ് ഞാനൊരു ഗ്യാപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്ത് പിന്നെയും എടുക്കുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ഡിസ്റ്റർബൻസസ് ഉണ്ട്. കാർമിക് എന്നല്ല, നമുക്ക് അത് വരും ചില സമയത്ത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ടാരോ റീഡ് ചെയ്യുന്ന സമയത്ത് എവിടുന്നും ഇല്ലാത്ത ഡിസ്റ്റർബൻസസും ശബ്ദങ്ങളും വരും. അതെന്നെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഞാനതൊന്നും ഫെയിൽ ആവുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 9-7 ആണ് നെക്സ്റ്റ് നമ്പർ ചൂസ് ചെയ്തവർക്ക്. പൈൽ 2 ചൂസ് ചെയ്തവർക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വാർണിങ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല 10 ഓഫ് പെൻഡക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്. 4 ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനർജീസ് സ്റ്റാർ കാർഡ് ഉണ്ട്. എഗെയിൻ ഡബിൾ കാർഡ് ഉണ്ട്. അപ്പോൾ 2 കാർഡിലും ഡബിൾ വരുന്നുണ്ടെങ്കിൽ ടോക്സിസിറ്റി എലമെൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ആണ് കേട്ടോ. അങ്ങനെ എനിക്കും ഇങ്ങനെ എൻ്റെ ലൈഫിലുള്ള നാർസിസ്റ്റ് ആയിട്ടുള്ള കാർമിക്സിനൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ പ്രസൻസ് അല്ലെങ്കിൽ അവർ നമ്മളടുത്ത കേട് വന്നു പോകുന്നുണ്ട്, അതിൻ്റെ ഇതാണ്, സൂചനയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി അവരെ അകലെ നിർത്തുക. യെസ്, 10 ഓഫ് കപ്സ് റിവേഴ്സ് കണ്ടു നോക്കൂ. ഈ ഡബിൾ വന്നപ്പോൾ നല്ല ഫാമിലി ലൈഫിന് പോലും അപ്സൈഡ് ഡൗൺ ആക്കിയത് കണ്ടു. അത്രയും പവറാണ് അവർ. ഈ കാർഡിൽ പോലും വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈഫ് ലോങ് അല്ലെങ്കിൽ നേരിട്ട് അത്രയും അവർക്ക് ചെയ്യാനുള്ള എനർജി ഉണ്ട്. അപ്പോൾ 10 ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നു, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നു. ഇതൊക്കെ എന്താണ് പറയുന്നത്? 4 ഓഫ് പെൻഡക്കിൾസ് കണ്ടു. അബാൻഡൻമെൻറ്റ് ഇഷ്യൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു
ഈ ഒരു പൈൽ 2 ചൂസ് ചെയ്തവർക്ക് ഒരുപാട് പേര് എത്ര ജോലി ഭാഗത്തുനിന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇൻ്റർവ്യൂന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും റിജക്ഷൻസ് കിട്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ. 10 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫാമിലി ലൈഫ്, നല്ല രീതിയിൽ പോകേണ്ട ഫാമിലി ലൈഫ് അത് തലതിരിഞ്ഞിട്ട് പൊട്ട രീതിയിലായി പോകുന്നത് കാണാം. പിന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ കൊടുക്കാൻ ഇഷ്ടമില്ല, പൊസസീവ്നെസ് ഉള്ളവരുണ്ട്. ഞാൻ പറഞ്ഞോന്നറിയില്ല, മുന്നേ ഒരാൾക്ക് ടാരോ റീഡ് ചെയ്തെടുത്തപ്പോൾ ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻസ് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ നന്നായി. കാരണം റീഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതൊരു ഹയ്യർ സെൽഫ് കണക്ട് ചെയ്യും. ഞാൻ വെറുതെ ഇരുന്നിട്ട് പറയുന്നതല്ലത്. ഞാൻ കാർഡ് റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഗൈഡൻസ് തരുന്ന യൂണിവേഴ്സ്, നിങ്ങൾ കാണാത്തൊരു സോൾ പ്രസൻസുകളുണ്ട് ചുറ്റും. അപ്പോൾ അവരാണ് എനിക്ക് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ കണ്ടതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവരത് ഭയങ്കര ട്രിഗറായിട്ട് എൻ്റെ ബ്ലോക്കൊക്കെ ചെയ്തിട്ട് പോയി. എന്നിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു, ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാറില്ല. ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചതാണെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന വോയിസ് കേൾക്കാൻ പോലും നിൽക്കാതെ ബ്ലോക്ക് ചെയ്ത് പോയി. അപ്പോൾ കാരണം അതിപ്പോൾ മനസ്സിലാവില്ല, ഒരുപാട് സമയം നീണ്ടു പോകുമ്പോൾ ഞാൻ അന്ന് റീഡ് ചെയ്തതിൻ്റെ ആൻസർ മെല്ലെ മെല്ലെ പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ മനസ്സിലാവും അവർ ഡീൽ ചെയ്യുന്ന ട്വിൻ ഫ്ലെയിമിനാണോ, നാർസിസ്റ്റ് ആണോ, കാർമിക് ആണോ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയും നമ്മൾ ഈ നല്ല രീതിയിൽ ഹീൽ അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ആളുകളെ അവർ പറയുന്നതിൽ സത്യം ഉണ്ടായിരിക്കും. സത്യം എപ്പോഴും പെയിൻഫുൾ ആയിരിക്കും. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ ടാരോ റീഡ് ചെയ്ത് നിങ്ങളെ സുഖിപ്പിക്കാനോ നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം പറയാനോ അല്ല. ഇതിലെന്താണോ വരുന്നത് അതാണ് ഞാൻ റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കതിൻ്റെ കർമ്മ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഭയങ്കര റിസ്ക്കിയാണ്. കൂടുതൽ നമുക്ക് വിസ്ഡംസ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പേഴ്സൺ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതല്ല. നമ്മുടെ കാർഡ് നമ്മളിലേക്ക്, താങ്കളിലേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈൻ ബീയിങ്സ് കണക്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയും 10 ഓഫ് സോർഡ്സ് കാണിക്കുന്നുണ്ട്. വളരെയധികം വിഷമത്തിലും തകർച്ചയിലും തളർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ ഇവരെത്ര എണീക്കാൻ നോക്കിയാലും തളർത്തിയിടുന്ന ആളുകളായിരിക്കാം, തളർത്തിയിടുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. പക്ഷെ അതിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴല്ലേ തളരുന്നത്. ഇപ്പോൾ നമ്മളോട് ഒരാൾ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തുക. അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത് കൊണ്ടല്ലേ നമ്മളതൊക്കെ അറിയുന്നത്. നമുക്ക് ആദ്യം തന്നെ സൂചന കിട്ടണം, വാണിംഗ് കിട്ടണം, ഇവരത്ര നല്ലതല്ലെങ്കിൽ അവരായിട്ട് പിന്നെ കോൺവേഴ്സേഷൻസോ അവരുടെ ലൈഫ് അറിയാനോ എന്തൊക്കെ നടക്കുന്നുണ്ടോയെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവരെ മാറ്റി നിർത്തുക. അവരുടെ ലൈഫ്, അവരുടെ യൂണിവേഴ്സും നമ്മളെ കണക്ട് ചെയ്ത പോലെ അവരെയും കണക്ട് ചെയ്ത് അവർക്കും കാര്യങ്ങൾ കിട്ടിക്കോളും. നമ്മൾ നമ്മുടെ ലൈഫിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. കാരണം അത്രയും അറിയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിജക്ഷൻസിൻ്റെ പെയിൻസ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളുമായിട്ട് കൂടി ചേരുമ്പോൾ റിജക്ഷൻസ് കിട്ടാൻ ചാൻസസ് കൂടുതൽ. അല്ലെങ്കിൽ റിജക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവരെവിടെ പോയാലും അവർക്ക് മറ്റുള്ളവർ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ അവരെ കീപ്പ് ചെയ്യാത്ത, അല്ലെങ്കിൽ OCD ഉള്ളവരുണ്ടായിരിക്കും, ADHD ഉള്ളവരുണ്ടായിരിക്കും, പല പല ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ, ഈ മെൻറ്റൽ എബിലിറ്റി കുറവുള്ളവരെയൊക്കെ കാണാറുണ്ട് റീഡിങ്സിനൊക്കെ വരുമ്പോൾ. അതുകൊണ്ടാണ് അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളതൊക്കെ നിങ്ങളുടെ ഹീൽ ചെയ്യുക കേട്ടോ. എനിക്കത് കുഴപ്പമില്ല. ഞാൻ ഒരുപാട് പേരിപ്പോൾ 3 കൊല്ലത്തിനടുത്തായി എത്ര ക്ലയൻസിനെ കണ്ടെത്തണം. അതുകൊണ്ട് കാണുന്നത് കൊണ്ട് നമുക്കറിയാം ഓരോരുത്തരും ഓരോ ടൈപ്പിലായിരിക്കും. നമുക്ക് ആരും നമുക്ക് ഇതാക്കാനൊന്നും പറ്റില്ല. പക്ഷേ സമയം അവർക്ക് വിസ്ഡംസ് കൊടുക്കുന്നതാണ്. അത് ഒരുപാട് പേർക്കും ഉണ്ടായിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് അപ്പോളജിയൊക്കെ പറയാറുണ്ട്. കാരണം അപ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പല ഹീലിങ്സ്, അല്ലെങ്കിൽ ചിലർക്ക് ഞാൻ റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചില കാര്യം നമുക്ക് മനസ്സിലാവില്ല, അവർക്ക് അതിന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഹീലിംഗ് ചെയ്ത് ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ട് ഈ വോയിസ് ഒന്നുകൂടി കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി യു ക്യാൻ റീകണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ വിസ്ഡംസ് ഒന്നുകൂടി തുറന്നു കിട്ടും. അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു പൈൽ 2 ചൂസ് ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പിഷ്കതരം ഉണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫാമിലി മെമ്പേഴ്സിനോട് ആരോടും സ്നേഹം കാണിക്കും, അത് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ നാർസിസ്റ്ററുണ്ട് എൻ്റെ ഫാമിലിയിലുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അവർ എന്നോട് മാത്രം, അല്ലെങ്കിൽ അവർ എന്നോട് മാത്രം സംസാരിക്കാൻ പാടും, അല്ലെങ്കിൽ എൻ്റെ കാര്യം മാത്രം കേൾക്കാൻ പാടും. പക്ഷെ ആ പേഴ്സണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യമൊക്കെ കുറച്ച് നാളൊക്കെ നിൽക്കും, പിന്നെ ഇവർ തമ്മിൽ കാരണം നമുക്ക് ഓവർ ഫ്രീഡം കിട്ടാതെ ആകുമ്പോൾ നമുക്ക് അവിടെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കും. അങ്ങനെയുണ്ട്, അതും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ആളുകൾ നാർസിസ്റ്റ് എന്ന് വിചാരിക്കുന്ന അവർ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഇല്ല, ഒരു സമയം കഴിഞ്ഞ് എല്ലാം അവർ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് പറന്നു പോകാനാണ് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് അവർ വേറെ വേറെ കാര്യങ്ങളിലേക്ക് പോകും. കൂടുതൽ ലൈഫ് കോഞ്ഞാട്ടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എനർജി ഉള്ളവർ, നിങ്ങൾക്ക് ഈ ബ്ലാക്ക് മാജിക്കിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ വളരെ തെറ്റാണ്. 7 ജന്മങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവ ചെയ്ത അങ്ങനത്തേൽ ഇപ്പോൾ പോകുന്നവരുണ്ടെങ്കിൽ, അറിയാതെ പോകുന്നവരുണ്ട്, വീട്ടിൻ്റെ ഫോഴ്സ് കൊണ്ട് പോകുന്നവരുണ്ട്. ഈ അമ്പലങ്ങളിലൊക്കെ ശരിക്കും വിഷ്ണുമായ അമ്പലങ്ങളൊക്കെ ശരിക്കും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്.
അങ്ങനത്തെ കാര്യങ്ങളിൽ പോകാതെ ഇരിക്കുക. അത് അധികം നല്ല കാര്യങ്ങളല്ല നമുക്ക് കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണത് പറയുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് ഇനി ചിപ്സ് എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ചധികം ചിപ്സ് വീണിട്ടുണ്ട്. യെസ്, പാർട്ട്ണർഷിപ്സ് ആൻഡ് അലിയൻസസ്. നമുക്ക് നല്ല പാർട്ട്ണർഷിപ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഏലിയൻസസ്, നല്ല പ്രപ്പോസൽസ് വരാൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ. പ്രോസ്പെറസ് ബിഗിനിങ്, നല്ലൊരു ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ലൈഫിൽ തകർച്ച വരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ എവിടെയാണ് കുറവ്, എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ക്രൈയിങ് ആൻഡ് സോളിറ്റ്യൂഡ്, യെസ്, വിഷമത്തിലൂടെ പോകുന്നവരെ കാണുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടല്ലോ, അങ്ങോട്ട് തരാൻ പറ്റില്ല, എന്ത് ചെയ്യണം, ആരും സപ്പോർട്ടിനില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്ത് വെക്കുക. ബേസ് ചക്ര, റൂട്ട് ചക്രയുടെ താഴെ കിടക്കുന്നതാണ് പറയുന്നത്. റൂട്ട് ചക്രേനെ വർക്ക് ചെയ്യുക കേട്ടോ. വൂം ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യാം. ഫിനാൻസസ് ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്, ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ജോലി മാറാനായിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറാനായിരിക്കാം കേട്ടോ. ഇതിൽ പറയുന്ന ട്രാപ്ഡ് ഇൻ ഫിയർ, യെസ്, ഇതിൽ കാണുന്നവർ പൈൽ 2 ചൂസ് ചെയ്തവർക്ക് ഒരുപാട് ഫിയർ ഫാക്ടർ, വെറുതെ പേടിക്കുക. ഇങ്ങനെയാവോ, ഇങ്ങനെ അവൻ്റെ മോള് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വിടുമോ, അല്ലെങ്കിൽ അവർ സ്കൂളിൽ ഇങ്ങനെ സംഭവിക്കും. നിങ്ങൾ ചിന്തിച്ച് ആ കുട്ടിക്ക് അങ്ങനത്തെ ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കാം, നടക്കേണ്ടതാണ് നടക്കുക. ഓക്കെ, അപ്പോൾ ട്രാപ്ഡ് ആയിട്ട് ഇരിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സും മാത്രമല്ല വാർണിങ്സും വരുന്നുണ്ട്, പുതിയ ചേഞ്ചസ് വരുന്നുണ്ട് കരിയർ റിലേറ്റഡ് ആയിട്ടും. ഇതിൽ റിലേഷൻഷിപ്പിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു എനർജി, നെഗറ്റീവ് എനർജി നിങ്ങളെ ഒന്ന് ബ്രേക്ക് ചെയ്തിടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഓറ പ്രൊട്ടക്ഷൻസ്, എല്ലാവരും ഓറ ഷീൽഡിങ്ങും ഓറ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ, യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓറ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഒരുപാട് ലൈവ്സൊക്കെ ചെയ്തതുകൊണ്ട് ചിലതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. നോക്കൂ, ഓറ പ്രൊട്ടക്ഷൻസ് നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനെ എപ്പോഴും വിളിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, അപ്പോൾ അവരെ വിളിക്കുക. യൂണിവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്നെ വന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, എൻ്റെ എനർജറ്റിക് ഫീൽഡ് പ്രൊട്ടക്റ്റ് ചെയ്യും. രാത്രി എടുക്കുന്നതിന് മുന്നേയും രാവിലെ എണീക്കുമ്പോഴും ചെയ്യും. പിന്നെ പുറത്തേക്ക് ക്രൗഡിലൊക്കെ, കൂട്ടത്തിലൊക്കെ, എന്താ പറയുക, ക്രൗഡ് എന്ന് പറയുന്നത് ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ എനർജി പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ അവരുടെ എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ട് ഹെൽത്ത് കണ്ടീഷൻസൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്ന. ഡീപ്പർ അവേക്കണിങ്ങും വരുന്നുണ്ട്. ഇതൊക്കെ കൂടെ അവേക്കണിങ്, ഇതൊക്കെ അവേക്കണിങ്ങിനെ വേണ്ടി പുഷ് ചെയ്യുന്നതാണ്. അവേക്കണിങ് നോക്കൂ, ഒരു പ്രശ്നവുമല്ല ലൈഫിൽ. എല്ലാ രീതിയിലും ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ആരാ അവേക്കണിങ്ങിലൂടെ പോവുക, ആരാ വിസ്റ്റംസ് കൊടുക്കുക, അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യാൻ വേണ്ടി പോവുക. എത്ര പേർക്ക് പെയിൻ കൊടുത്തിട്ടും അവേക്കണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്, മനസ്സിലായി. അപ്പോൾ പെയിനിലൂടെയാണ് അവേക്കണിങ് വരുന്നതും കുണ്ടലിനി അവേക്കണിങ് നടക്കുന്നതും നിങ്ങൾക്ക് നിങ്ങളറിയാനും സോൾ കോൺട്രാക്ട്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പൈൽ 2 ചൂസ് ചെയ്ത് 9-7 നമ്പർ ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്സോ ഹീലിങ്സോ വേണമെങ്കിൽ നാളേക്ക് ഇനി വേണമെങ്കിൽ ഇന്ന് തന്നെ പ്രീ ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിടുക കേട്ടോ. അതുപോലെ ഹീലിങ്സോ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഹീലിങ്സോ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ പർപ്പസ്, ലൈക്ക് സോൾ പർപ്പസ് അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് അറിയാത്തവരാണെങ്കിൽ നമുക്കത് റീഡ് ചെയ്ത് നോക്കാം. ആകാശ റെക്കോർഡ്സിലെല്ലാം നോക്കാം. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, കർമ്മ, കോഡ് കട്ടിങ് ചെയ്യാം നമുക്ക്. അതുപോലെ മെൽറ്റ് ചെയ്യാം കോഡ്സുകൾ. ഓട്ടോ റൈറ്റിങ്സ് ഉണ്ട്. പിന്നെ സോൾ റീറൈറ്റിംഗ് ഉണ്ട്. അതങ്ങനെ കുറവേ ചെയ്യാൻ കുറവാണ്. പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്നവർക്കും അതും ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എല്ലാം പെയ്ഡ് സെഷൻസ് ആയിരിക്കും. നിങ്ങളിപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് നാളേക്ക് തന്നെ ഡേറ്റ് ഒന്നും കിട്ടില്ല. അതൊരു 4-5 ഡേയ്സൊക്കെ പിടിച്ചിട്ടൊക്കെ തരുള്ളൂ കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി തരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കോഡ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കാരണം നെഗറ്റിവിറ്റീനെയാണ് അവിടെ റിലീസ് ചെയ്യുന്നത്, അല്ലാതെ അവരുമായിട്ടുള്ള കണക്ഷൻ അല്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അതാണ് റീഡിങ്സ്. നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നു, പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ്. ഇതിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു വിസ്ഡം, ഒരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറയാറുണ്ട് സബ്സ്ക്രൈബേഴ്സ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റീഡിങ്സ് വേണമെങ്കിൽ നമ്പർ താഴെ കൊടുക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യാതിരിക്കുക. അതുപോലെ ടാരോ കോഴ്സ് 22 താല്പര്യമുള്ളവർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ടെലഗ്രാമിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8th ബാച്ച് ആവുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പഠിക്കുക. ഒരുപാട് പേര് പഠിച്ച് പോയി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി റീഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്യുന്നവരുണ്ട്, സ്റ്റുഡൻസുകളുണ്ട്. ചിലവർ സ്വന്തമായിട്ട് റീഡ് ചെയ്യുന്നവരുണ്ട്, ചിലവർ പഠിച്ചങ്ങനെ നിൽക്കുന്നവരും ഉണ്ട്. പക്ഷെ പഠിച്ചവരെല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്യുക കേട്ടോ.
ഓക്കെ, ക്രിസ്റ്റൽസോ ബ്രേസ്ലെറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനും നിങ്ങൾക്ക് എന്നോട് പറയാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂ അതിനനുസരിച്ചുള്ള ക്രിസ്റ്റൽസാണ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഇട്ടു കരുതി അത് തന്നെ ഇടണമെന്നില്ല. നമുക്ക് എന്താണോ, കരിയറാണോ, റിലേഷനാണോ, ഹെൽത്താണോ, അല്ലെങ്കിൽ ലീഗൽ മാറ്റേഴ്സ് ആണോ, അങ്ങനെ എന്താണെങ്കിൽ അതിൻ്റെ ബ്രേസ്ലെറ്റ്സ് വാങ്ങിയിടുന്നതായിരിക്കും. ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.